നിങ്ങൾ ഷുഗർ കുറയ്ക്കാൻ വേണ്ടി മരുന്നെടുക്കുന്ന ആളാണോ? മരുന്നോ ഇൻസുലിനോ എടുത്ത് തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടോ? നിങ്ങളുടെ ഷുഗർ 300 ആണെങ്കിലും 400 ആണെങ്കിലും സിമ്പിളായിട്ട് കുറച്ചെടുക്കാൻ പറ്റും. നമ്മളെ ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ ഷുഗർ നിങ്ങളെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ നിങ്ങൾ ഒരുപാട് വർഷമായിട്ട് നിങ്ങൾ ഷുഗറിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നങ്ങളെല്ലാം മാറി, അതായത് കാഴ്ച പ്രശ്നങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ തരിപ്പുകൾ ഉണ്ടാവും, അതല്ല പ്രമേഹ റിലേറ്റഡ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതെല്ലാം സിമ്പിളായിട്ട് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ മുഹമ്മദ് ഷിബിലി സാറാണ്. മിസ്രിയ ഹെൽത്ത് കെയറിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. സർ, ഇപ്പൊ എല്ലാവർക്കും ഉള്ള സംശയങ്ങളാണ്. ഒന്ന്, ഷുഗർ വന്നാൽ പിന്നെ അത് ഒരിക്കലും കുറയൂല. മരുന്നോ ഇൻസുലിനോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നിർത്താൻ പറ്റൂല. ഈ മരുന്ന് കഴിക്കുന്നതാണ് ശരിക്കും കിഡ്നിനെയും ലിവറിനെയും ഒക്കെ നശിപ്പിക്കുന്നത്. അതുപോലെ ഷുഗർ പിന്നെ മരുന്ന് കഴിച്ചാലേ മാറുള്ളൂ എന്നുള്ള കുറേ മിസ്കൺസെപ്ഷൻസ് ഉണ്ട്, ആളുകൾക്കുണ്ട്. പല ആളുകളും ഷുഗർ മരുന്ന് കഴിക്കണ്ടല്ലോ, ഇനിയിപ്പോൾ മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ജീവിക്കുന്നത്. ശരിക്കും നമുക്ക് 300-400 ഷുഗർ നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റും? തീർച്ചയായിട്ടും കുറക്കാൻ പറ്റും. അതൊക്കെ 300 എന്ന് പറയുന്ന ആ ലെവലിൽ നിന്നൊക്കെ ഈ 150 വരെ ഞാൻ തന്നെ മെഡിസിൻ കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എത്തിയിട്ട് എൻ്റെ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ജീവിതത്തിൻ്റെ ചിട്ടയാണ് മെയിനായിട്ട് വേണ്ടത്. അതെന്താ വെച്ചാൽ ഇതിൻ്റെ ഫുഡാണ് ഇതിൽ എല്ലാം ഏറ്റവും വലിയ പ്രശ്നക്കാരന്. ഫുഡ് തന്നെ നമ്മളെ മലയാളീസിന് ഏറ്റവും പ്രശ്നക്കാരനാവുന്നത് ചോറാണ്. ചോറും പിന്നെ മറ്റു മധുര പലഹാരങ്ങളും. അപ്പം ഇത് ഈ ചോറിൽ തന്നെ കൺട്രോൾ വരുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്, ഈ ഷുഗർ നന്നായിട്ട് കുറയുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഷുഗർ കുറയ്ക്കാൻ നമ്മളെ ഗ്ലൈക്കോ ബാലൻസ് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഓക്കെ, അപ്പോൾ ഈ ഗ്ലൈക്കോ ബാലൻസ് എന്ന് പറയുന്നത് ഇത് നല്ലൊരു ഫുഡ് സപ്ലിമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഫുഡ് സപ്ലിമെൻറ്റിൽ ഇതിലുള്ളത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാനുള്ള കണ്ടൻസ് ആണ്. അതായത് ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് 2 തരം ഡയബറ്റീസ് ആണുള്ളത്. ഒന്ന് ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം. ടൈപ്പ് 1ൽ എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞിട്ടുണ്ടാവുന്നതാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൽ ഉണ്ടാകുന്ന ഷുഗർ കുറയ്ക്കാനുള്ള ആളാണ് ഇൻസുലിൻ. അത് തീരെ ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥയാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. അത് ചെറുപ്രായത്തിലേ വന്ന് തുടങ്ങുന്നതാണ്. എന്നാൽ നമ്മളെ കാലം ചെല്ലുമ്പോൾ കുറച്ച് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ശരീരത്തിൽ അതിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഇൻസുലിൻ പ്രവർത്തിച്ച് അതിന് പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഇൻസുലിൻ റെസിസ്റ്റൻസ് വരിക. അപ്പോൾ ഈ ഒരു സപ്ലിമെൻ്റ് പ്രത്യേകത, ഇതിലുള്ള കണ്ടൻസ് നമുക്ക് ആ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടുമ്പോൾ ഗ്രാജുവലി എന്ത് ചെയ്യുന്നു, നമ്മുടെ ആ ഒരു ഷുഗർ അബ്സോർബ് ചെയ്തിട്ട് ഷുഗർ ഫാറ്റായിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ പ്രോസസ്സിങ് മെറ്റബോളിസം നമ്മളെ ശരീരത്തിൽ നടക്കുന്ന കൂടും. അപ്പോൾ ബ്ലഡിലുള്ള ഷുഗർ കുറയും. അതാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നൊരു ഫുഡ് സപ്ലിമെൻ്റ് ആണിത്. എനിക്ക് ഗവൺമെൻറ് ഞാൻ 253 എങ്ങാണ്ടുള്ള ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, FBS, അതായത് ഫാസ്റ്റിങ്ങിൽ. അപ്പോൾ ആ പേഷ്യൻറ്റിന് ഇത് 1 മന്ത് കൊടുത്തു, അതായത് 101, അത് രാവിലെയും രാത്രിയും ഓരോ ടാബ് വെച്ചിട്ട് കൊടുത്തു. ഒരു 1 മന്ത് കൊണ്ട് പിന്നെ അയാൾ നോക്കിയ സമയത്ത് 143 എത്തിയിട്ടുണ്ടായിരുന്നു. 143 250 143 എത്തി. അപ്പം അത്രയും നല്ല റിസൾട്ട് ഇതിൻ്റെ കൂടെ ഡയറ്റും ആണ് കേട്ടോ. അത് പിന്നെ മെഡിസിൻ മാത്രമല്ല, എല്ലാത്തിൻ്റെ കൂടെ ഡയറ്റ് പ്ലസ് മെഡിസിൻസ് ആണ് എല്ലാ അസുഖങ്ങൾക്കും വേണ്ടത്. ആ രീതിയിൽ അതിൻ്റെ റിസൾട്ട്. അതെ. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളത് നമ്മളെ ഷുഗർ 253 ഉണ്ടായിരുന്ന ഷുഗർ ഒറ്റ മാസം കൊണ്ടാണ് 143 എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് എത്തി. ഏകദേശം 110 ഒരു വേരിയേഷൻ നമ്മുടെ ഈ ഷുഗറിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു സപ്ലിമെൻറ്റും അതുപോലെ തന്നെ ഡയറ്റും നിങ്ങൾ കൃത്യമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ കുറയും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങളൊരു ഷുഗർ രോഗിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഡോക്ടേഴ്സ് പറഞ്ഞു തരുന്നതാണ്. അതിന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഡോക്ടറെ, നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും സാർ ഫസ്റ്റ് പറഞ്ഞു തുടങ്ങിയ ഒരു വിഷയമാണ്, നമുക്ക് ഷുഗർ ഉണ്ടാക്കുന്നത് മെയിനായിട്ട് നമ്മളെ ചോറും അല്ലെങ്കിൽ നമ്മളെ മധുരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിൽ വളരെ നമ്മൾ മെയിനായിട്ട് ഷുഗറിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം. ഈ ചോറ് എങ്ങനെയാണ് ശരിക്കും ഷുഗർ കൂട്ടുന്നത്? ചോറ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാണ്ടിറ്റിയാണ് ശരിക്കും പ്രശ്നം. നമ്മൾ ചോറ് കഴിക്കണം, ചോറ് കഴിച്ചില്ലെങ്കിൽ നീറ്റ് നടക്കാൻ പറ്റൂല എന്ന് പറയാം. കാരണം നമ്മളെ മെയിൻ സോഴ്സ് ഓഫ് എനർജി നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളികൾക്ക് ചോറ് തന്നെയാണ്. പക്ഷെ അതിൻ്റെ അളവാണ് പ്രധാനം. നമ്മൾ കഴിക്കുന്നത് ഒരു പ്ലേറ്റ് ചോറാണ്. ഒരു പ്ലേറ്റ് ചോറ് പറഞ്ഞാൽ ഏകദേശം നമുക്കൊരു ദിവസം വേണ്ട കലോറിൻ്റെ പകുതിയോളായി എന്നുള്ളതാണ്. അതൊരു നേരമല്ല, 3 നേരം അരിഭക്ഷണം തന്നെ. അപ്പോൾ നമ്മളെ കുടവേറ് വരാൻ, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇല്ലാണ്ടായിട്ട് നമുക്ക് ഷുഗർ വരാൻ എല്ലാത്തിൻ്റെ കാരണം ഈ ചോറ് ഈ അളവിൽ കഴിക്കുന്ന. അപ്പോൾ ഒരു ചോദ്യം വരും, എത്ര കഴിക്കണം എന്നുള്ളത് അല്ലേ? അതിൻ്റെ ഒരു കറക്റ്റ് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത്, ഒരു പ്ലേറ്റിൻ്റെ 1/4 ഭാഗത്ത് നിങ്ങൾ ചോറ് വെക്കുക, 1/4 ഭാഗത്ത്. ബാക്കി 1/4 ഭാഗത്ത് പ്രോട്ടീൻ്റെ സോഴ്സുകൾ ഏതൊക്കെ, നമുക്ക് മുട്ട, ചിക്കന്, ബീഫ്, ഇങ്ങനെ കുറച്ച് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരു 1/4 ഭാഗത്ത്. ബാക്കി പകുതി വെജിറ്റബിൾസിൻ്റെ
പിന്നെ നമ്മൾ തോരനുകൾ, ചീര, അമര, പിന്നെ പയറ്, അങ്ങനത്തെ സാധനങ്ങൾ പകുതി. ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ഫുഡ് ആക്കി കൊണ്ടുവരുമ്പോൾ നല്ല രീതിയിൽ ഷുഗർ കുറയും. അത് ഉറപ്പാണ്. കാരണം ഷുഗർ കൂടുന്നത് ഈ ഒരു മെയിൻ തന്നെയാണ് ഇതിൻ്റെ സോഴ്സ് എന്ന് പറയാം. നമ്മൾ ഷുഗർ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുക കട്ടൻ ചായയിൽ അല്ലെങ്കിൽ ചായയിലുള്ള കുറച്ച് മധുരം കുറക്കും. അതെ. പക്ഷേ നമ്മൾ അറിയാതെ പോകുന്നത് എന്താ വെച്ചാൽ ഒരു ടീസ്പൂണ് പറഞ്ഞാൽ 5 ഗ്രാമാണ്. നമ്മൾ കഴിക്കുന്ന പാത്രത്തിൽ എന്തോരം ഷുഗറാണുള്ളത്. ഈ കാണുന്ന വെള്ള അരി എന്ന് പറഞ്ഞാൽ ഷുഗറിൻ്റെ ഒരു കട്ടിയാണ് ശരിക്കും, മധുരം ഇല്ല എന്നുള്ളൂ വായിലിടുമ്പോൾ. അതായത് നമ്മൾ ആദ്യം തന്നെ ഒഴിവാക്കേണ്ടത് ഈ ചോറ് ഒന്ന് കുറയ്ക്കുക എന്നുള്ള കണ്ടന്റ് തന്നെയാണ്. അത് ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ നമുക്ക് ജീവിക്കണേന്ന് വേണം. അതെ, അത് കൃത്യമായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നുള്ള. പിന്നെ ആൾക്കാർ പലപ്പോഴും ചെയ്യുന്നതാണ് ചോറ് ഒഴിവാക്കിയിട്ട് ചപ്പാത്തി കഴിക്കുന്നതിൽ. അതിൽ നമുക്ക് കാര്യമുണ്ടോ? കാര്യം എന്താ വെച്ചാൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് നേരിയ വേരിയേഷൻ ഉണ്ട്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 63 ഒക്കെയാണ് എന്ത് വരുന്നത്, ഈ റൈസിൻ്റെ വൈറ്റ് റൈസിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വരുന്നത്. എന്നാൽ വീറ്റിന് 55. അത് ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. പക്ഷേ ഈ 55 ഇത് എണ്ണ കൂടിക്കഴിഞ്ഞാൽ ചോറിനെ പോലെ തന്നെയാവും. അപ്പോൾ രാത്രി ചോറ് ഒഴിവാക്കി ചപ്പാത്തി ആക്കാൻ പറയുമ്പോൾ 5ഉം 6ഉം ചപ്പാത്തി തിന്നാൽ പിന്നെ നിങ്ങൾ ചോറ് കഴിക്കണതിന് കണക്കായി. അപ്പോൾ 2 ചപ്പാത്തിയൊക്കെ ആക്കുക, എണ്ണം കുറയ്ക്കാൻ പറ്റും. പിന്നെ മാക്സിമം ഈ ഗോതമ്പ് അതുപോലെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളുണ്ടല്ലോ, ഗോതമ്പ് ഡയറക്റ്റ് നമ്മൾ പുഴുങ്ങിയിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, അതായത് നമ്മളിപ്പോൾ ഈ ഗോതമ്പ് നുറുക്കിന്റെ ഇതൊക്കെ ഉപ്പുമാവൊക്കെ ഉണ്ടാവും, അതേപോലെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഒന്നുകൂടി ബെറ്റർ. അതായത് പിന്നെ ട്രീറ്റ് ചെയ്യാതെ കഴിക്കുന്നത്, അതായത് പലപ്പോഴും പ്രോസസ് ചെയ്തിട്ട് കഴിക്കുന്നതാണ്. ഇപ്പം ചോറാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് തവിടുള്ള അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് അരികൾ യൂസ് ചെയ്യാന്നുള്ളതാണ് എപ്പോഴും പറയാറുള്ളത്. ഫൈബർ കൂടുതൽ അതിൽ വരും, അപ്പം അതിന്റെ അബ്സോർപ്ഷൻ ശരീരത്തിലേക്ക് നടക്കൂല. ഓക്കെ. ഇപ്പം ഷുഗർ കൂടിയിട്ടുണ്ടെങ്കിൽ, ഷുഗർ കൂടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഷുഗർ കൂടിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു ശതമാനം ആളുകൾക്കും ലക്ഷണം ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. ഒരു 50% ആളുകൾക്കും. എന്നാൽ ലക്ഷണം ഉണ്ടെങ്കിൽ തന്നെ കാണിക്കുക. മെയിനായിട്ട് ഫസ്റ്റ് തുടങ്ങുക ക്ഷീണം, പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുക, രാത്രി പ്രത്യേകിച്ച് മൂത്രമൊഴിക്കാൻ മുട്ടുക, പിന്നെ കാഴ്ച കണ്ണിനൊരു മങ്ങൽ പോലെ ഫീൽ ചെയ്യുക, അതായത് ഒരു ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരിക. അതേപോലെ തടി മെലിഞ്ഞു വരും ചില ആളുകൾ, പിന്നെ മൂത്രത്തിൽ പത വന്നു തുടങ്ങുക. ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഈ ഷുഗറിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഷുഗറിൻ്റെ ഡേഞ്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഷുഗർ രക്തക്കോയലിൻ്റെ അകത്ത് ബ്ലോക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇതിൻ്റെ പ്രശ്നം. ഈ രക്തക്കോയലിൻ്റെ അകത്ത് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മൊത്തം രക്തക്കോയലുകളുണ്ട്. അപ്പോൾ തലയിൽ ബ്ലോക്ക് വന്നാൽ സ്ട്രോക്ക് ആയി, ഹാർട്ടിൽ ബ്ലോക്ക് വന്നാൽ ഹാർട്ട് അറ്റാക്ക് ആയി, കാലിക്ക് വന്നാൽ കാലിലേക്ക് രക്തോട്ടം കുറഞ്ഞിട്ട് അതിൻ്റെ പിന്നെ കാലിൽ തരിപ്പ് അതേപോലെ വേദന, തരിപ്പൊക്കെ എന്ത് ചെയ്യും, ഇത് കാരണമായിട്ട് വരും. അപ്പം ഒരു ഹോൾ ബോഡി പ്രശ്നമായിരിക്കും ഷുഗർ കൂടിയാണ് ഉണ്ടാവുക. ഓക്കെ. ഇപ്പോൾ അതിൽ ഇപ്പോൾ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ഒന്നുകൂടെ തോന്നുന്നു ഡീറ്റെയിൽ ആയിട്ട് കാരണം പലപ്പോഴും ആളുകൾക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഷുഗറിന് മരുന്ന് കഴിച്ചിട്ടാണ് ഈ കിഡ്നിക്കും ലിവറിനും പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്നുള്ളത്. അത് ശരിയാണോ? അത് അങ്ങനെയും ശരിയാണ്, ഷുഗർ കൊണ്ട് വരുന്നു എന്നുള്ളതും ശരിയാണ്. അതായത് ഷുഗർ ആയിട്ട് നമ്മൾ കിഡ്നി ഡാമേജ്, കിഡ്നി ഫെയിലിയർ ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും ഫസ്റ്റ് കോസ് എന്ന് പറയുന്നത് ഡയബറ്റീസ് തന്നെയാണ്. ഡയബറ്റീസ് വന്ന് നമ്മളെ കിഡ്നിയിലേക്കുള്ള രക്തോട്ടം കുറയുന്നു, അങ്ങനെ കിഡ്നീൻ്റെ കോശങ്ങൾ നശിക്കുന്നു എന്നുള്ളതാണ് ഈ റീനൽ ഫെയിലിയർ, കിഡ്നി അടിച്ചു പോകുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം. അപ്പോൾ അതങ്ങനെയും പറയാം. നമ്മൾ കിഡ്നിക്ക് അല്ല ഈ ഡയബറ്റീസിനുള്ള മെഡിസിൻസ് കഴിച്ചതിൻ്റെ ശേഷം പോകുന്നു എന്ന് പറയുന്നത് അത് നമ്മൾ കറക്റ്റ് ഡോക്ടറുടെ സൂപ്പർവൈസണിൽ ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യുന്നില്ല, വലിയൊരു എഫക്റ്റ് ആയിട്ട് വരുന്നില്ല എന്നുള്ളതാണ് കറക്റ്റ് ചെയ്യുമ്പോൾ. ഓക്കെ. ഇപ്പോൾ നമ്മളൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ ഭക്ഷണക്രമം എങ്ങനെയായിരിക്കും നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്? ഭക്ഷണക്രമം മെയിനായിട്ട് ഈ ചോറ് തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറ് നമ്മളെ മലയാളീസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ രാവിലെ നമുക്ക് ചപ്പാത്തി കഴിക്കാം, രാഗിനെ കൊണ്ട് നമുക്ക് ദോശ, പുട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. പിന്നെ ബുൾസൈ മുട്ടയുണ്ടല്ലോ, മുട്ട എന്ന് പറഞ്ഞാൽ അതിൽ 0 കാലോറിയാണ്. അപ്പോൾ നമുക്ക് മുട്ട ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനമാണ് ഈ ഷുഗറുള്ള ആളുകൾക്ക്. പിന്നെ നമുക്ക് ഉച്ചക്കത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്ലേറ്റിൻ്റെ 1/4 ഭാഗത്ത് ചോറ്, ബാക്കി ഒരു 1/4 ഭാഗത്ത് പ്രോട്ടീൻ്റെ സോഴ്സ് അഥവാ മുട്ട, ഇറച്ചി, ചിക്കൻ ഇങ്ങനെ തുടങ്ങിയിട്ട്, പിന്നെ പകുതി ഭാഗത്ത് വെജിറ്റബിൾസ് എന്നുള്ള രീതിയിൽ. പിന്നെ രാത്രിയാകുമ്പോൾ നമുക്ക് 2 ചപ്പാത്തിയിൽ ഒതുക്കാം. ഇനി അതല്ലെങ്കിൽ രാഗി ആക്കാം, ക്യൂനോ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ. ഇപ്പം നമ്മൾ മെയിനായിട്ട് നമ്മളിപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പം എഗ്ഗ് കഴിക്കുന്നത് നല്ലതാണ്, അത് ഷുഗറിൽ പിന്നെ കലോറി ഇല്ലാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഷുഗർ തീരെ കൂടാതെ നമുക്ക് എപ്പോഴും കഴിക്കാൻ സേഫ് ആണെന്ന് തോന്നുന്നത് ഒരു 5 ഭക്ഷണങ്ങൾ ഏതൊക്കെ ആയിരിക്കും? ഇപ്പം അതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയുകയാണ്, ഇത്രയും പ്രശ്നങ്ങൾ ഷുഗറിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് ഷിബ്ലി ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്.
ഇതിന് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും നമ്മുടെ ഈ ഫുഡ് സപ്ലിമെൻറ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സർ, നമുക്കിപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യം പോലെ നമുക്ക് ഷുഗർ തീരെ കൂടാത്ത നമുക്ക് സേഫ് ആണെന്ന് തോന്നുന്ന ഒരു 5 ഭക്ഷണങ്ങൾ ഏതൊക്കെ ആയിരിക്കും? സേഫാന്ന് പറയുമ്പോൾ ഇതങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പേടിയാണ്. കാരണം ഏതൊരു ഫുഡ് നിങ്ങൾ അമിതമായി കഴിച്ചാൽ ഷുഗറിന് പ്രശ്നം തന്നെയാണ്. അതെ, നമ്മൾ ആ ഒരു ക്വാണ്ടിറ്റിയാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ചോറ് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ആ പാകത്തിന് കഴിച്ചാൽ ഒരു പ്രശ്നമില്ല. പക്ഷെ നമുക്ക് സേഫായിട്ട് എന്നാൽ ഈ ഷുഗറുള്ള ആളുകൾക്ക് പ്രത്യേകത എല്ലാം ഒഴിവാക്കും. അപ്പോൾ അത് ശരീരത്തിന് ഒരുപാട് വീക്ക്നെസ് ഉണ്ടാക്കും. അതിനുവേണ്ടി പറഞ്ഞു കൊടുക്കാറുണ്ട് കുറച്ച് ഫ്രൂട്ട്സ് നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കണം. കൂടുതലായിട്ട് എന്ന് പറയുമ്പോൾ ഓരോന്ന് കഴിക്കുക. അതിൽ പെട്ടതാണ് ആപ്പിള്, സബർജില്, ഓറഞ്ച്, മുസമ്പി, അതേപോലെ നമ്മുടെ തണ്ണിമത്തൻ ഓവറാവാതെ കഴിക്കാം. ഈ തണ്ണിമത്തൻ ഓവറാവരുത് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇത്രയും ഫുഡ്സ് കഴിക്കണം. കാരണം നമ്മൾ ഈ ഒരുപാട് ഭക്ഷണം ഒഴിവാക്കുന്നുണ്ട് വൈറ്റമിൻസിൻ്റെ ഒരുപാട് കുറവുകൾ ഷുഗർ പേഷ്യൻസിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റിയെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ചോറിനുള്ള അൾട്ടർനേറ്റ് ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചോറിനൊരു അൾട്ടർനേറ്റീവ് ആയിട്ട് ഞാൻ പറഞ്ഞതാണ് രാഗി. രാഗി നമുക്ക് പറ്റും. രാഗി തന്നെ ഓവറാകാൻ പാടില്ല. ചില ആളുകൾ രാഗി ഓവറായിട്ടും ഷുഗർ വരുന്നുണ്ട്. രാഗി കൊണ്ട് പുട്ടുണ്ടാക്കാം, രാഗി കൊണ്ട് ദോശ. ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ലൈഫ് സ്റ്റൈൽ മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഷുഗർ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കുറച്ചുകൊണ്ട് വരാൻ പറ്റും. നിങ്ങൾക്കത് മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മെഡിസിൻ നമുക്ക് പൂർണ്ണമായിട്ട് നിർത്തുന്ന ഒരു കണ്ടീഷനിലേക്ക് വരാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പറ്റുന്നതാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങളായിക്കോട്ടെ, ആ രീതികളായിക്കോട്ടെ, എന്തും നിങ്ങൾക്ക് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഈ ഫുഡ് സപ്ലിമെൻറ്റ് തന്നെ ഡോക്ടർക്ക് ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. സാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് 253 ഉണ്ടായിരുന്ന ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒറ്റ മാസം കൊണ്ട് തന്നെ 143 എന്നുള്ളതാണ്. അതായത് വലിയൊരു മാറ്റം തന്നെയാണ്. അതായത് ആ രോഗിക്കുണ്ടായ സന്തോഷം അത്രയ്ക്ക് വലുതാണ്. അത് കാരണം അത്രയും ഷുഗർ കൂടില്ല, മരുന്ന് കാലാകാലം കഴിക്കണം എന്നുള്ള കണ്ടീഷനിൽ നിന്ന് 1-2 മാസം കൊണ്ട് ഷുഗർ വളരെ നോർമലേക്ക് എത്തുകയാണ്. പക്ഷെ അതിനുശേഷം നിങ്ങൾ കൺട്രോൾ ചെയ്യണം കേട്ടോ. നല്ലപോലെ നിങ്ങൾ ഈ രൂപത്തിൽ കൺട്രോൾ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഉണ്ടാവും. പേഷ്യന്റ് പ്രത്യേകത ഞാൻ പറയുന്ന പോലെ ആയിരുന്നു പേഷ്യന്റ് ഫോളോ ചെയ്തിരുന്നത്. കറക്റ്റ് വാട്സപ്പിൽ അന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് അയച്ചു തരും. അതിനെ കറക്റ്റ് ഫോളോ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത, അതായത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ നമ്മളെ കൂടെ ഒരാളുണ്ടായിരുന്നു. അവർക്ക് ചെയ്ത് കൊടുത്തപ്പം വൻ ഹ്യൂജ് റിസൾട്ടാണ്. കാരണം ഒരുപാട് കാലത്തെ അല്ലെങ്കിൽ കൂടി നിൽക്കുന്ന ഷുഗറാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കുറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങൾ ഇനിയിപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഷുഗർ ഉണ്ട്, 300-400 ഷുഗർ ഉണ്ട്, സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഷുഗർ പെട്ടെന്ന് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്കത് ഷുഗർ വളരെ നോർമലാക്കാൻ പറ്റും. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഫുഡ് സപ്ലിമെൻറ്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട നിങ്ങളെ ഷുഗർ ആയിക്കോട്ടെ മറ്റെന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ അത് സിമ്പിളായിട്ട് മാറ്റാനുള്ള പല കാര്യങ്ങളും നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഏതായാലും ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ഷിബിലി സാറാണ്, മിസിരിയ ഹെൽത്ത് കെയറിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.